ദേവദശകം ടി വി ബിഗ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ദേവദശകം ടിബറ്റൻ ഭാഷയിൽ മൊഴിമാറ്റം. വിശ്വഗുരു ശ്രീനാരായണ ഗുരുദേവൻ 1914 രചിച്ച വിശ്വമാനവിക സന്ദേശം നൽകുന്ന ദൈവദശകം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ടിബറ്റൻ ഭാഷയിൽ മൊഴിമാറ്റിയ ദൈവദശകം ഇന്ന് ടിബറ്റൻ ആത്മീയാചാര്യൻ ദലൈ ലാമയ്ക്ക് സമർപ്പിക്കുകയാണ്. ഉത്തര കർണാടകയിലെ ബാംഗ്ലൂർ മുണ്ടകോടി ടിബറ്റൻ സെറ്റിൽമെന്റിലെ ആശ്രമത്തിൽ വെച്ച് ശിവഗിരി മഠത്തിലെ സ്വാമി ദിവ്യാനന്ദഗിരി ടിബറ്റൻ ഭാഷയിൽ തയ്യാറാക്കിയ ദേവദശകം പതിപ്പ് ടിബറ്റൻ ആത്മീയ ആചാര്യൻ ഹിസ് ഹോളിനസ് ദലൈ ലാമയ്ക്ക് സമർപ്പിച്ചു. ദേവദശകം 104 ഭാഷകളിൽ മൊഴിമാറ്റി ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന ദേവദശകം വിശ്വവിശാലതയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ടിബറ്റൻ ഭാഷയിലുള്ള ദേവദശകം സമർപ്പണം. Acknowledging his knowledge and power, everything. Kindness. 104 ഭാഷകളിൽ മൊഴിമാറ്റിയ ദേവദശകത്തിന്റെ പതിപ്പ് സമാഹരിക്കുന്നതിന് നേതൃത്വം നൽകിയ ദേവദശകം കൂട്ടായ്മയുടെ ചെയർമാൻ ഗിരീഷ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ടിബറ്റൻ ഗവൺമെന്റ് മുൻ ധനകാര്യമന്ത്രി കർമ്മശേഷിയാണ് ദേവദശകം ടിബറ്റൻ ഭാഷയിലേക്ക് മൊഴിമാറ്റിയത്. ഗുരു നിത്യചൈതന്യയതി പരിഭാഷപ്പെടുത്തിയ ഇംഗ്ലീഷ് പതിപ്പാണ് ടിബറ്റൻ ഭാഷയിലേക്ക് ദേവദശകം മൊഴിമാറ്റാൻ മൂലകൃതിയായി ഉപയോഗിച്ചത്. ദേവദശകം കൂട്ടായ്മ PRO നജീബ് P. മുഹമ്മദ്, കോഓർഡിനേറ്റർ MS സന്ദീപ് എന്നിവർ പങ്കെടുത്തു. ബുദ്ധിസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി വിദ്യാർത്ഥികൾക്ക് ദേവദശകം ടിബറ്റൻ പതിപ്പ് യൂണിവേഴ്സിറ്റി അങ്കണത്തിൽ കൈമാറി. ഇറ്റാലിയൻ ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയ ദേവദശകം വത്തിക്കാനിൽ വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ സമർപ്പിച്ചതോടെ പദ്ധതി ലോക ശ്രദ്ധ നേടിയിരുന്നു. മലയാളത്തിലെ ഒരു കൃതി ആദ്യമായാണ് 100-ലേറെ ഭാഷകളിൽ മൊഴിമാറ്റുന്നത് എന്ന അപൂർവതയും ദേവദശകം പ്രാർത്ഥനയ്ക്കുണ്ട്. 64 വിദേശ ഭാഷകളിലും 40 ഇന്ത്യൻ ഭാഷകളിലും ആണ് ദേവദശകം മൊഴിമാറ്റിയത്. ദേവദശകം 100 ഭാഷയിൽ മൊഴിമാറ്റിയതിന്റെ പുസ്തക രൂപത്തിലുള്ള പതിപ്പ് UK-യിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പ്രദർശിപ്പിച്ചിരുന്നു. And studied by people from all over the world, because in Oxford today we have people from every continent of the world and probably every country. So let us cherish this moment as a celebration of unity and as a reminder that the most powerful thoughts and prayers are those that speak to the oneness of all of us. So thank you all for being here today. ദേവദശകം ന്യൂസ്, ബാംഗ്ലൂർ.